നമുക്കൊരു കമ്പ്യൂട്ടറിൽ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കാം. അപ്പോൾ വെൽക്കം ടു പോളിടെക്നിക്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ. i3 ആണ്, 3rd ജനറേഷൻ ആണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്. 8GB റാം ഉള്ളൊരു മോഡലാണ്. SSD ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഏസറിൻ്റെ ഒരു 128GB SSD ആണ് ഇതിനകത്തുള്ളത്. ബാക്കി അതിൻ്റെ ഫാനിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ ബയോസിലാണ് കയറിയിരിക്കുന്നത്. ഓണായി വരുമ്പോൾ തന്നെ ഡിലീറ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ബയോസിലേക്ക് കയറുവാണ്. ബയോസിൽ കയറാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. F12 അടിച്ച് ബൂട്ട് മെനുവിലേക്ക് ഡയറക്റ്റ് വന്നിട്ട് അവിടുന്ന് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ USB പെൻ ഡ്രൈവ് വെച്ചാണ് ചെയ്യുന്നത്. നമ്മളൊരു HP പെൻ ഡ്രൈവിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പുറകെ തന്നെ ചെയ്യാം. കാണാനായിട്ട് നമുക്ക് ഇതിൻ്റെ കമൻറ്റ് നോക്കിയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതാണ് നമ്മുടെ ബൂട്ടബിൾ ഡിവൈസായിട്ട് ചെയ്യുന്ന ഒരു ഫ്ലാഷ് ഡ്രൈവാണ് HP അതിൽ നമ്മൾ 1-2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്തുണ്ട്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ബൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് വെൻഡോ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വിൻഡോസ് 10ൻ്റെ 2 വെർഷനുണ്ട്, വിൻഡോസ് 11 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ വിൻഡോസ് 10ൻ്റെ ഒരു വെർഷൻ ചെയ്യാം. വെൻഡോ ഉപയോഗിച്ച് നമുക്ക് പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കിത് ചെയ്യാം. അതിനകത്ത് വിൻബൂട്ട് ഉപയോഗിച്ച് നമ്മൾ വിൻഡോസ് 10ൻ്റെ ഒരു വെർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. കുറച്ചധികം സമയമെടുക്കുന്ന പരിപാടിയാണ്. നമ്മൾ പെൻഡ്രൈവ് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും CD ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒത്തിരി പ്രാവശ്യം റീസ്റ്റാർട്ടിങ് ഉണ്ടാവും സിസ്റ്റം. വിൻഡോസിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് കുറച്ച് ഇൻസ്റ്റാളേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നമുക്കിതിൻ്റെ ഫയൽസ് ഒന്ന് ലോഡായി കഴിയുമ്പോഴത്തേക്കും ചെയ്യാനുള്ള ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്ക്രീൻ വരുന്നത്. വിൻഡോസ് 10 ഇൻസ്റ്റാളേഷൻ്റെ ഫസ്റ്റ് സ്ക്രീൻ ഇതാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അടിച്ചു, ഇൻസ്റ്റാൾ നൗ കൊടുത്തു. ടെന്നിൻ്റെ പല വെർഷൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ പ്രോയാണ് ചെയ്യുന്നത്. 10 പ്രോ എടുത്തു. 10 പ്രോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇതാണ് നമ്മുടെ ഡ്രൈവ് കാണുന്നത്. SSD ഡ്രൈവാണ് 128. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു ഡ്രൈവ് C ഡ്രൈവ് മാത്രമാക്കി അതിനകത്തേക്ക് വിൻഡോസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാർട്ടീഷൻ ചെയ്തു. കൂടുതൽ ഡ്രൈവ് തിരിക്കാൻ പാർട്ടീഷൻ ഉള്ളപ്പോൾ അവിടെ നമ്മൾ ഡ്രൈവ് 1-2 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ന്യൂ പാർട്ടീഷൻ വെച്ച്. അപ്പോൾ നമ്മൾ ആ ഒരു പാർട്ടീഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഫയൽസ് കോപ്പി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ആ ഓരോ ടിക്ക് മാർക്ക് കാണുന്നില്ലേ, അതേപോലെയുള്ള എല്ലാ സ്റ്റെപ്പുകളും ആ 3-4-5 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സിസ്റ്റം റീസ്റ്റാർട്ടായി വരും. അതിന് ശേഷമാണ് നമുക്ക് വിൻഡോസിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകുന്നത്. കോപ്പിയിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഒഴിവാക്കിക്കൊണ്ടാണ് കാണിക്കുന്നത്. എങ്കിലും കുറച്ച് സമയം എടുക്കും. നമ്മളത് പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ ഒരാൾക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായിട്ടും കാണുക. പൂർണ്ണമായിട്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടു നോക്കൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കോപ്പിയിങ് കഴിഞ്ഞ് റീസ്റ്റാർട്ടിങ് ആണ്. അതിപ്പോൾ റീസ്റ്റാർട്ടായി വന്നു കഴിയുമ്പോൾ ഫയൽ കോപ്പി ആയത് എക്സ്പാൻഡ് ചെയ്ത് അടുത്ത പ്രോസസ്സിലേക്ക് പോകും.
ഇതിൻ്റെ ഓരോ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മളത് ഒഴിവാക്കിയിട്ടുള്ളൂ. ഫയൽ കോപ്പിയിങ്ങിൻ്റെ കുറച്ച് സ്റ്റെപ്പ് മാത്രമേ അതിനകത്ത് ഒഴിവാക്കിയിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യുവാനോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനോ സാധിക്കുകയുള്ളൂ. നമ്മളതിൻ്റെ ഇൻസ്റ്റലേഷൻ ഏകദേശം ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. വിൻഡോസ് 10 ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. വിൻഡോസ് 10 ഇപ്പോൾ മാറി 11ലേക്കുള്ള അപ്ഡേഷൻ ആയിട്ടുണ്ട്. എല്ലാ സിസ്റ്റവും 11ലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ 11 ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. ഇതുപോലെയുള്ള കുറച്ച് ടെക്നിക്കൽ വീഡിയോസാണ് നമ്മൾ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ടെക്നിക്കൽ വീഡിയോസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. ഇതുപോലെയുള്ള ടെക്നിക്കൽ വീഡിയോസായിട്ട് നമുക്ക് വരാം. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അതേപോലെ മറ്റ് റിവ്യൂസും അൺബോക്സിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് ചാനലിൽ വീണ്ടും വരാം. ഇത് ഓരോ സിസ്റ്റത്തിൻ്റെയും സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് ഇത് ചെയ്യുന്നതിൻ്റെ സ്പീഡ് വരുന്നത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ i3 തേർഡ് ജനറേഷനാണ്. അതേപോലെ 8 GB റാമാണ്. അതിനനുസരിച്ചുള്ള ഒരു സ്പീഡിലാണ് ഇതിനകത്തേക്കുള്ള ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. പുതിയ മോഡലുകളിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഓരോ പ്രോസസറിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അതിൻ്റെ ടൈമിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. NVMe SSDയിലാണ് നിലവിൽ ആഡ് ചെയ്യുന്നത്. SSDയിൽ ചെയ്യുമ്പോഴും സാധാ ഹാർഡ് ഡിസ്കിൽ ചെയ്യുമ്പോഴും ടൈമിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. ഫൈനൽ സ്റ്റേജിലാണ്. നമ്മൾ നമ്മുടെ റീജിയൻ സെലക്ട് ചെയ്തു. അതിൻ്റെ കീബോർഡ് ലേഔട്ട് US അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇന്ത്യയോ നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്യുന്നു. ബാക്കി സ്കിപ്പ് ചെയ്യുന്നു. നെറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല, തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്യുകയാണ്. സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ നെയിം കൊടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം.
പാസ്വേഡ് ഇടണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കൺട്രോൾ പാനലിൽ പോയി യൂസർ സെറ്റിങ്സിൽ പോയിട്ട് അവിടുന്ന് എടുത്ത് ചെയ്യാം. ഇൻസ്റ്റലേഷൻ ഫൈനൽ സ്റ്റേജിലാണ്. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവും. സിസ്റ്റം ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് റീസ്റ്റാർട്ടായി വരുന്നതോടുകൂടി വിൻഡോസിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള ഡ്രൈവറുകളും സോഫ്റ്റ്വെയറുകളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം ഉപയോഗിച്ച് തുടങ്ങാം. ഇങ്ങനെയാണ് വിൻഡോസ് 10ൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ പ്രോസസ്സ്. നമ്മൾ USB ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് 11ൻ്റെയും മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ഏത് വേണമെങ്കിലും നമുക്ക് പിന്നീട് ചെയ്ത് നോക്കാവുന്നതാണ്. ഉബുണ്ടുവോ ഫെഡോറയോ ഏത് വേണമെങ്കിലും നമുക്ക് പിന്നീട് ചെയ്ത് നോക്കാം. നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ വന്നു. അതിനകത്ത് വിൻഡോസ് 10 നമ്മൾ വിൻഡോസിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതാണ് നമ്മുടെ സ്പെസിഫിക്കേഷൻ പറഞ്ഞത്. i3 3rd ജനറേഷൻ 8GB റാമുള്ള മോഡൽ. നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ടാസ്ക് മാനേജർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂസേജുകൾ നോക്കാം. CPU, അതിൻ്റെ മെമ്മറി, ഇതാണ് അതിൻ്റെ SSD വരുന്നത്. ഏസറിൻ്റെ NVMe SSD ആണ്. അതേപോലെ നമ്മുടെ പെൻഡ്രൈവിൻ്റെ പാർട്ടീഷൻസ്. ഇനി ഇതിനകത്ത് ബാക്കി ഡ്രൈവർ ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് പിന്നീടൊരു വീഡിയോയിൽ ചെയ്യാം. നമുക്ക്